ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ? വാട്സപ്പിൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് കീബോർഡ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഐക്കൺ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ, ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുമ്പോൾ ഗ്രാമറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനെ അവൻ കാണിച്ചു തരികയും ചെയ്യും. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഗുഡ് മോർണിംഗിൻ്റെ സ്പെല്ലിങ് ഞാനൊന്ന് തെറ്റിച്ചെഴുതി. ഉടനെ തന്നെ ആ ഐക്കണിൽ മോർണിംഗിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് എന്ന് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ബ്ലൂ കളറിൽ ഇവിടെ കാണാൻ സാധിക്കും. ആ ബ്ലൂ കളറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ മോർണിംഗിൻ്റെ സ്പെല്ലിങ് കറക്റ്റാക്കി തരികയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ടൈപ്പ് ചെയ്ത് അയക്കുന്ന സമയത്ത് എന്തെങ്കിലും ഗ്രാമറിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്താണ് ഈ ഐക്കൺ? എങ്ങനെ ഈ ഐക്കൺ കീബോർഡ് ഓപ്പൺ ആക്കുമ്പോൾ വരുന്നത്? ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ഇനി വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ കീബോർഡ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ ഐക്കൺ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആവും. ഇത് നിങ്ങൾക്ക് കാട്ടിത്തരും നിങ്ങൾ ടൈപ്പ് ചെയ്ത മെസ്സേജിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഗ്രാമറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ ഇവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തതിന് ശേഷം ഇവിടെ ഓപ്പൺ സെറ്റിങ്സ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ എന്ന് കാണിക്കുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഗ്രാമർലി എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഭാഗത്ത് ഒരു ടോഗിൾ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ വീണ്ടും ഓപ്പൺ സെറ്റിങ്സ് എന്ന് കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ എഗ്രി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വീണ്ടും കണ്ടിന്യൂ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്ത് നമുക്കൊരു പെർമിഷൻ കൂടി അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഗ്രാമർലി റൈറ്റിംഗ് അസിസ്റ്റൻറ്റ് എന്ന ഭാഗത്ത് ഓഫിലാണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അലോ കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. ഇത്രേ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ ബാക്ക് വരികയാണ്. ബാക്ക് വന്നു. ഇനിയിപ്പോൾ വാട്സപ്പിൽ ഞാനിപ്പോൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്തു. ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പം തന്നെ ഇവിടെ ഒരു ഐക്കൺ വരും. ഇവിടെ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗിൻ്റെ സ്പെല്ലിങ് ഞാൻ തെറ്റിച്ചെഴുതിയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗിൻ്റെ സ്പെല്ലിങ് ഞാൻ തെറ്റിച്ചെഴുതി. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഉടനെ തന്നെ അവർ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിലൊരു അക്ഷരം എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. ഗുഡ് മോർണിംഗിൻ്റെ സ്പെല്ലിങ് ഇതാണ് എന്ന് കറക്റ്റ് സ്പെല്ലിങ് എന്ന ഭാഗത്ത് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ആ സ്പെല്ലിങ് മാറി കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അതും ഞാൻ ടൈപ്പ് ചെയ്തു. നമുക്ക് നോക്കാം ഇത് കാണിച്ചു തരുന്നുണ്ടോ. കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ എഴുതിയ തെറ്റാണ്. ഇവിടെ സ്പെല്ലിങ് ഇതാണ് ശരിക്കും കൊടുക്കേണ്ടത്. ജസ്റ്റ് ആ സ്പെല്ലിങ്ങിൻ്റെ ഈ ഒരു നീല കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഇതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമുക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് ആർക്കും ടൈപ്പ് ചെയ്ത് അയക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നു എന്നുള്ള പേടി ഇനി വേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.